ചേച്ചോ എവിടെ പോന്നേ? എവിടെ പോന്നേ? മല്ലിയാടിന്റെ വീട്ടിലാ? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഏട്ടനും നിച്ചൂട്ടും കൂടി പ്ലാവും തപ്പിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതെന്താ രാവിലെ തന്നെ പ്ലാവിൻ്റെ പെരടിക്ക് കയറുന്നെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിച്ചൂട്ടിൻ്റെ അംഗനവാടിയിലേക്ക് ഇന്ന് പ്ലാവില കൊണ്ട് എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം ഇവർ ഓരോ ഡേൻ്റെ എല്ലാം ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടെല്ലാം കൊണ്ടുപോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പ്ലാവിൻ്റെ ഇലയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലാവില്ല. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലുണ്ട്, നമ്മുടെ മല്ലിയാൻ്റീൻ്റെ വീട്ടിൽ. അപ്പോൾ നേരെ നമ്മൾ റോഡിലേക്കൂടെ പോയിട്ട് മല്ലിയാൻ്റീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പ്ലാവിൻ്റെ ഇലയെല്ലാം പറിക്കുന്നുണ്ട്. കുറച്ചെണ്ണം ഒരു തൊപ്പി എന്തായാലും പ്ലാൻ ഉണ്ട്. പ്ലാവിനെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. 1-2 ഐറ്റം ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വിട്ടാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. പിള്ളേർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു ആവേശമല്ലേ അവർക്ക്. ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകാനെല്ലാം തുടങ്ങിയ പിന്നെ നിച്ചുട്ടി കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോലെ അങ്ങനെയുള്ള പരിപാടിയാണ് ഈ ഒരു വീക്കിലുള്ളത്. അപ്പം ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഓരോ ദിവസത്തെ ഓരോ പ്രത്യേകത ഉണ്ട് എന്നെല്ലാം. അപ്പോൾ പ്ലാവിൻ്റെ ഇലയെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയാൻ്റെ ആടുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരോടെല്ലാം വർത്താനം പറയാനേ ആടുന്ന്. അപ്പോൾ അമ്മയാണ് ഇപ്പുറത്തെ നമ്മളെ പറമ്പെന്ന് വീഡിയോ എടുത്തിരുന്നത്. നമ്മൾ മതിലിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ. മീൻസ് നമുക്ക് 2 വീട്ടുകാർക്കും കൂടെ ഒരു മതിലാന്നുള്ളത്. നമ്മൾ അടുക്കള പുറത്തുള്ള വീട്. അപ്പോൾ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പ്ലാവിൽ എടുത്തിട്ട് നോക്ക്, കയ്യിൽ പിടിച്ച് നോക്കാതല്ല, അത് അമ്മ തുടച്ച് വെച്ചത്. ഇതെല്ലാം എടുക്കും. ഇതല്ലേ ഇതാണ് പ്ലാവിൻ്റെ ഇല. പ്ലാവിൽ എന്താ പിടിക്കുക? യെസ്. നോക്കി പഠിക്കുക അച്ഛൻ എങ്ങനെ ആക്കുന്നേന്ന്. കൊടുക്ക അച്ഛക്ക് ഒന്ന് കൊടുക്ക്. നോക്ക് അച്ഛൻ ആക്കുന്ന നോക്കി പഠിക്ക്. കുഞ്ഞുമക്കൊക്കെ പഠിക്കാനാ ഇതെല്ലാം ആക്കി. അപ്പോൾ ആദ്യം തന്നെ തൊപ്പി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏട്ടൻ ഇതിലെല്ലാം ഭയങ്കര കഴിവാണ് കേട്ടോ. ചിത്രം വരക്കൽ, ഇങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടാക്കലെല്ലാം ഏട്ടനും അമ്മക്കും ഭയങ്കര കഴിവാണ്. അപ്പോൾ ഏട്ടനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഞാൻ അതിന് വേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ നിച്ചൂട്ടി. അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഓരോന്നായിട്ട്. അപ്പോൾ നിച്ചൂട്ടി എണീറ്റ് ഉടനെ പല്ലെല്ലാം തേച്ചിട്ട് നമ്മൾ നേരെ പോയതാണ് ഇല പറിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രിയാണ് ടീച്ചർ ഇട്ടത്. അപ്പോൾ രാത്രി പിന്നെ ഇല കിട്ടൂലല്ലോ. അപ്പോൾ രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേ സമയം അങ്ങനെ പോയി. അപ്പോൾ ഒരു തൊപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. പണ്ടത്തെ കാലെല്ലാം ഓർമ്മ വന്നു. നമ്മൾ തൊപ്പി കൊണ്ടെല്ലാം ഇങ്ങനെ ആക്കുന്ന ആ കാലെല്ലാം ഓർമ്മ വന്നു. പിന്നെ ഒരിങ്ങനെ സ്പൂണ് പോലെ നമ്മുടെ ഒന്നാന്ന് കുമ്പിള് ആക്കലുണ്ടല്ലോ അതാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം പോലെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ 3-4 ഐറ്റംസ് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു സഞ്ചിയിൽ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ബാഗിലിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അംഗൻവാടിയിലെത്തുമ്പോഴേക്കെല്ലാം പൊട്ടിപ്പോയെങ്കിലോ എന്ന് വെച്ചിട്ട് എല്ലാം കൂടെ നിച്ചൂട്ടി തന്നെ സഞ്ചിയിലെല്ലാം പറക്കിയിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് പോകണം. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട് അത്രേ. ഇന്ന് രാവിലെ തന്നെ ഇതിന് ഇറങ്ങിയത് കൊണ്ട് നിച്ചൂട്ടി പല്ല് തേച്ചത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്യാനുണ്ട് അത്രേ. രാവിലെ ഇങ്ങനെ സമയം പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡിലേ ആയി പോകുമല്ലോ. പക്ഷേ ഇന്ന് നിച്ചൂട്ടിക്ക് കൊണ്ടുപോകേണ്ടതുകൊണ്ട് കുറച്ച് നേരത്തെ എണീപ്പിച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. രാവിലെ എണീച്ചോളൂ കേട്ടോ. നിച്ചൂട്ടി എപ്പോൾ വിളിക്കുന്നത് വെച്ചാൽ അപ്പോൾ എണീറ്റോളും. കുറച്ചെല്ലാം എക്സ്ട്രാ വെറുതെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ടീച്ചർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണമെങ്കിലോ എന്ന് വെച്ചിട്ട്. അപ്പം ഓൾ സെറ്റ്. നിച്ചൂട്ടിന്റെ അംഗൻവാടിയിലുണ്ടല്ലോ ഈ ആഴ്ച ഫുള്ള് കളർ ഡ്രസ്സാന്ന് പറയണ്ടേ. ഓരോ ദിവസവും ഓരോ കളറുണ്ട്. ആ കളറിലെ ഡ്രസ്സ് എല്ലാ പിള്ളേരും ഇട്ടിട്ട് പോകണം. അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ. പുതുത് വാങ്ങിക്കൊന്നും വേണ്ട, അങ്ങനെ ഇടണം. പിന്നെ ആ കളറിലുള്ള എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ എല്ലാ ദിവസവും കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് യെല്ലോ ഡേ ആണ്. അപ്പോൾ ഇന്ന് യെല്ലോ ഡ്രസ്സും അതുപോലെ തന്നെ യെല്ലോ കളറിലുള്ള എന്തെങ്കിലും സാധനം കൊണ്ടുപോകണം. ഇന്നലെ എന്താന്ന് വെച്ചിട്ട് ഓറഞ്ച്. ഇന്നലെ ഓറഞ്ച് ഡേ, മിനിയാന്ന് ഗ്രീൻ ഡേ, ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ യെല്ലോ ഡ്രസ്സെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നിച്ചൂട്ടി ടോയ്ലറ്റിൽ പോയിട്ടുള്ളത്. നിച്ചൂട്ടിന്റെ പോട്ടി സീറ്റ് കാണിച്ചു തരണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇതാ മഞ്ഞക്കിളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞ ഡ്രസ്സ്. ഇത് മുന്നേ മേടിച്ചത്, ഇത് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു അന്നേരം. ഇപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു മഞ്ഞ കളറുള്ള ഫ്രൂട്ടും കൊണ്ടുപോകണം കേട്ടോ എന്തെങ്കിലും. അപ്പോൾ ഒരു വില നേന്ത്രപ്പഴം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, യെല്ലോ ആയിട്ട്. പിന്നെ നമ്മുടെ നേരത്തെ പാക്കറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ടാണ് ഇന്ന് പോകേണ്ടത്. ഇങ്ങനെയെല്ലാം കൊണ്ടുപോകുമ്പോൾ പിള്ളേർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നിച്ചൂട്ടിനെ കൊണ്ടുവിട്ടിട്ട് വരാം. ഇതാണേ ഞാൻ പറഞ്ഞ നിച്ചൂട്ടിന്റെ ടോയ്ലറ്റ് സീറ്റ്. നമ്മൾ സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടല്ലോ അതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇങ്ങനെ ഇരുത്താം. അപ്പൊ ഈ റൗണ്ട് ചെറുതാകുമ്പോഴേ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റൂ. അപ്പൊ ഇതാണ്. ഇത് ഞാൻ ആമസോണിനല്ലേ ആമസോണിന്ന് വാങ്ങിച്ചതാണ്. 399 റുപ്യാണ് ഉണ്ടായത്. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു 4-5 പേര് ചോദിച്ചിട്ടുണ്ടായിനി ഇതൊന്ന് കാണിച്ചു തരുമോ, ലിങ്ക് തരുമോ എന്നല്ല. അതുകൊണ്ട് കാണിച്ചു തരുന്നതാണ്. 399 റുപ്യക്ക് എന്തായാലും എഫക്റ്റീവ് ആണ് കേട്ടോ ഇത്. ഇപ്പൊ ഒരു 4 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിപൊളി സെറ്റപ്പ് ഉള്ളതെല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പെല്ലാം വെച്ചിട്ട് പിള്ളേർക്ക് കാല് വെക്കാൻ അതിന് 1500-2000 അടുത്തെല്ലാം ഉണ്ട് പൈസ.
അപ്പൊ ഇത് ഇത്ര മതി. പക്ഷെ ഇത് പിള്ളേരെ കാല് നിലത്തെത്തൂല. അപ്പൊ ഞാനൊരു സ്റ്റൂൾ വെച്ച് കൊടുക്കുകയോ ചെയ്യുക, കാല് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ധൈര്യം കിട്ടൂലേ. അപ്പൊ താഴെ ഒരു ചെറിയ പലകയോ സ്റ്റൂളോ ഒന്നും വെച്ച് കൊടുത്താലാവും. പിന്നെ ഇത് ഈ ഒരു സാധനം ഉണ്ടായി ഇതിന്റെ കൂടെ. ഇത് നമുക്ക് വാളിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ തൂക്കി വെക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതിന്റെ പശ അത്ര ഉറപ്പുണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇത് തൂക്കി വെക്കാൻ പറ്റിയില്ല. ഇത് തൂക്കുമ്പോൾ വെയിറ്റ് കൊണ്ട് വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് യൂസ്ഫുൾ ആയിട്ടില്ല. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി വെക്കുക ചെയ്യുക, ഡ്രൈ ആക്കിയിട്ട് വെക്കും. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിന് ലിങ്ക് വേണമെന്ന് ചോദിച്ചവർക്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ പ്ലാവിലെ വർക്ക് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം വന്നത് നിച്ചൂട്ടി അടുത്ത കാര്യം കൊണ്ടാണ് കേട്ടോ. അതായത് അടുത്ത ദിവസത്തേക്കുള്ള വർക്ക് എന്താന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഇലകൾ മുറിച്ചിട്ട് അതിനെ കൊണ്ട് എന്തെങ്കിലും എല്ലാം പക്ഷികളെയും മൃഗങ്ങളെല്ലാം രൂപമാക്കിയിട്ട് ഒട്ടിച്ചിട്ട് കൊണ്ടുപോകണം. പക്ഷേ ഇത് അംഗനവാടി കുട്ടികൾക്ക് എന്തിനാ അപ്പം ഇതെല്ലാം നമ്മൾ വിചാരിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഒരു LP-ലെല്ലാം എത്തുന്ന പിള്ളേർക്കെല്ലാം മതിയല്ലോ ഇതെല്ലാം. ഈ കളിപ്പാട്ട് ഉണ്ടാക്കിക്കൊണ്ടെല്ലാം പിന്നെ ഓക്കെ, പിള്ളേർക്ക് ഇങ്ങനെ കാണാനെല്ലാം രസമായിരിക്കും അല്ലേ. പക്ഷെ ഇങ്ങനെ പശ കൊണ്ട് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുപോലെല്ലാം ഈ അംഗൻവാടി പിള്ളേർക്കൊന്നും തിരിയാനായിട്ടില്ല. കുറച്ചും കൂടെ വലുതായിട്ട് മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷെ ടീച്ചറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ടീച്ചർക്ക് അതനുസരിച്ചിട്ട് ഫോട്ടോയിലെടുത്ത് അയച്ചു കൊടുക്കലും. ടീച്ചർക്ക് അംഗൻവാടി ടീച്ചർമാർക്ക് ഇപ്പം ഒരുപാട് പണിയുണ്ടല്ലോ എന്തല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ, ടീച്ചർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള സായിമാൻ്റെ വീടുണ്ടല്ലോ, സായിമാൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഇലച്ചെടികളുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് വൈകുന്നേരം വേണ്ടുന്ന ഇലകളെല്ലാം കളക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ഇലയുണ്ട് കേട്ടോ, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഇലയുണ്ട്. അപ്പോൾ ഓരോ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്തിട്ട് വന്നിട്ട് രാത്രിയാകുമ്പോൾ ഇതായിരുന്നു പരിപാടി കേട്ടോ. അപ്പോൾ ഏട്ടൻ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് ഒട്ടിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. നിച്ചൂട്ടി ഉണ്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നെല്ലാം. അപ്പം എല്ലാം കൂടെ ആയി വരുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് മെനക്കേട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സംഭവനല്ല അത് ഉണങ്ങാൻ വെക്ക. ഇനി നെക്സ്റ്റ് പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർത്തുവിട്ടെ. രാത്രി പിറ്റേ ദിവസം രാവിലെ പോകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത്. രാത്രി അത് ഫുള്ള് കംപ്ലീറ്റ് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ലേ. നല്ല രസമുണ്ട് കേട്ടോ. ഈ ബട്ടർഫ്ലൈ ലീഫ്, ആ ലീഫ് അങ്ങനെ തന്നെ ഉള്ളതാണ് കേട്ടോ. ബട്ടർഫ്ലൈൻ്റെ ലീഫ് അത് ആ ചെടിയിൽ അങ്ങനെ തന്നെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വേറൊരു പക്ഷീനെയും കൂടെ ഏട്ടനാക്കി. പിന്നെ ഇത് അമ്മ ആക്കിയതാണ് കേട്ടോ. ഈ മൂങ്ങേനെയും പിന്നെ ഈ ഫിഷും ഇതെല്ലാം അമ്മയാക്കിയതാണ്. രാവിലെ അമ്മ രാത്രി ഒന്നാക്കി, പിന്നെ രാവിലെ വരുമ്പോൾ അമ്മ ആക്കി വെച്ചിട്ട് ഇത് രണ്ടെണ്ണം. അമ്മയും പണ്ട് പിള്ളേർക്കെല്ലാം ആക്കുന്നതുകൊണ്ട് അമ്മക്കും അറിയാം ഇങ്ങനെയെല്ലാം ആക്കാൻ. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അന്ന് നിച്ചുട്ടീൻ്റെ 2 വീഡിയോ ഞാൻ വേറെ ദിവസം എടുത്തു വെച്ചാണ്. അതിന് ശേഷം എനിക്ക് സുഖമില്ലാണ്ടായി. നിച്ചുട്ടിക്ക് നല്ല പനി വന്നു. ആ യെല്ലോ ഡേ എൻ്റെ അന്ന് തന്നെ, അടുത്ത വീഡിയോൻ്റെ അന്ന് തന്നെ കേട്ടോ. ഉച്ചയാകുമ്പോൾ ടീച്ചർ വിളിക്കുന്നത് നിച്ചുട്ടിക്ക് നല്ല പനിയാണെന്ന് പറഞ്ഞിട്ട്. രാവിലെ നിങ്ങൾ പോകുമ്പോൾ കണ്ടതല്ലോ, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഉച്ചയാകുമ്പോൾ നല്ല പനി വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പനി. എന്നിട്ട് വൈകുന്നേരം കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് ബ്ലോക്കെല്ലാം കഴിഞ്ഞ് രാത്രി 10 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് എനക്കും ഗോൾഡ് പിടിച്ച് ഓരോരാൾക്കായിട്ട് മാറി ഒരു 2 മാസത്തോളമായിട്ട് ഇങ്ങനെ അസുഖം നമ്മളെ പിന്തുടരുന്ന. ഒന്നാമത് ഇങ്ങനെ ക്ലൈമറ്റ് മാറി വരുന്നതുകൊണ്ടായിരിക്കും. അംഗൻവാടിയിൽ പിള്ളേർക്കും ഓരോരാൾക്കായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് പകരുമെല്ലാം ചെയ്യുമല്ലോ. അങ്ങനെയുണ്ട്. അതുകൊണ്ടൊരു മോശം സമയം. വീഡിയോ എടുക്കാനുള്ള മൂഡും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളിവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. നമ്മുടെ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ആ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവലുണ്ടല്ലോ, അതിനൊരു സൊല്യൂഷൻ ആക്കിയിട്ടുണ്ട്. മുകളിൽ നിന്നെല്ലാം വെള്ളമെല്ലാം പിടിച്ച് അപ്പുറത്തൊരു ഡ്രെയിനേജ് ഉണ്ട്. അപ്പോൾ റോഡ് കീറി അപ്പുറത്തേക്ക് പൈപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിനൊരു സൊല്യൂഷൻ ആക്കി. അതിൻ്റെ പണി ഉണ്ടായി 2-3 ദിവസം നടക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാണ്ട് തന്നെ. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിന് എന്താ വല്ല അസുഖമുണ്ടോ, വീഡിയോ കാണുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് അവസ്ഥ. ഇപ്പം ഏകദേശം ഓക്കെ ആയി. പക്ഷെ നിച്ചുട്ടിനെ ഇന്ന് അംഗനവാടിയിൽ വിട്ടിട്ടില്ല. നാളെ മുതൽ വിടണമെന്ന് വിചാരിക്കുന്നു. നിച്ചുട്ടി പനി മാറിയാ? കിട്ടിണ്ടാ? എന്നാ ചെയ്യുന്നേ? കളർ കൊക്കുന്ന കൊക്കെന്ന് പറയുന്നത് ശരിക്കും പറയാറോ? നിച്ചുട്ടി അടിപൊളിയായിട്ട് കളർ കൊടുക്കുവേ. നമുക്ക് കാണിച്ചാ, നിച്ചുട്ടി കൊടുത്തൊരു കളർ കാണിച്ചാൽ നമുക്ക് ആയിട്ടില്ല. അമ്മ നോക്കട്ടെ. ഇതാ ഇത് നിച്ചുട്ടി കൊടുത്തിയാന്ന്. വേറെ ഉണ്ടല്ലോ നല്ല വൃത്തി കൊടുത്തതുണ്ടല്ലോ, അത് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് അല്ലേ? ആ ഇതാ ഇത് നിച്ചുട്ടി കൊടുത്തയാന്ന്. അമ്മയല്ലപ്പാ, അമ്മ കൊടുത്തിട്ടില്ല ഒന്നും. ഇന്നലെ ഏറ്റവും കൊടുത്തതുണ്ടല്ലോ. ഇത് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരണേ. ഓണത്തിന്റെ വിഷുവിന്റെ സമയമല്ലേ, നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം എടുത്ത് പുറത്തിടുക.
അപ്പൊ അതെല്ലാം ഒന്ന് എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിടണം. കുറെ ആയി എടുക്കാത്തതുകൊണ്ട് കുറച്ച് മുഷിഞ്ഞിട്ടുണ്ട്. പിന്നെ നിച്ചൂട്ടിന്റെ അംഗനവാടിയിലെല്ലാം ഓണം സെലിബ്രേഷനെല്ലാം ഉണ്ട്. അപ്പൊ അതിന് പോകുമ്പോൾ ഇടേണ്ടിയില്ലേ നിച്ചൂട്ടിക്ക്. അപ്പൊ ഒരു പട്ടു പാവാടയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് അന്ന് നിച്ചുവിന് അരിയിൽ എഴുതുമ്പോ ഇട്ടതാണ്. അതിന് ശേഷം ഇട്ടിട്ടില്ല. എന്നിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചതാണ്. അപ്പൊ ഒന്ന് വെയിലത്ത് എടുത്ത് വെക്കാം. അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് മേലേക്ക് വന്നതാണ്. നോക്ക്, അമ്മയുടെ തല കാണുന്നുണ്ടാ? ഇവിടെ കാണുന്നുണ്ടാ? അപ്പൊ ഈ ഒരു പട്ടുപാവാട നിച്ചൂട്ടിക്ക് ശ്രുതി അയച്ചു കൊടുത്തതാണ്, വിസ്മയ കളക്ഷൻസ് എന്നുള്ളത്. മോളെ തൊടണ്ട ഓണാക്കിന് അമ്മ ഓണാക്കിന്. ഇങ്ങോട്ട് വാ. നിച്ചോട്ട് കാണിച്ചു കൊടുക്കും നിച്ചൂട്ടിന്റെ പട്ടുപാവാട. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടാ. ഇത് ഒന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട്. ഇതും ശ്രീയഹാൻ കളക്ഷൻസ്, നമ്മളെ ശ്രീലക്ഷ്മി സ്ഥിരം സബ്സ്ക്രൈബർ ആയിട്ടുള്ള ശ്രീലക്ഷ്മി കഴിഞ്ഞ പ്രാവശ്യം അയച്ചു തന്നെയാണ്. ഇതൊന്ന് ഓൾട്ടർ ചെയ്യണം. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഓണം ഷൂട്ടിന് ഇട്ടിട്ടുണ്ടായ ഒരു കുർത്തിയാണ്. പിന്നെ ഇതെന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ 1-2 പ്രാവശ്യം അമ്പലത്തിൽ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായി. ഇത് ശ്രീലക്ഷ്മി അയച്ചു തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഒന്ന് ഇട്ട്, വെയിൽ കുറച്ച് കാണുന്നുണ്ടേ. അപ്പൊ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് പരിപാടിക്കോ ചിലപ്പോ വീടൊന്നും ഉണ്ടാവില്ല. ഓണത്തിന് വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ ഒന്നും ഇടൂലല്ലോ, എവിടെ പോകുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്നാലും വാഷ് ചെയ്ത് ഇടാം. എപ്പോഴെങ്കിലും അമ്പലത്തിലൊക്കെ പോകണമെങ്കിൽ ഇടാലോ. സാരി എടുക്കുന്നതിന് പകരം ഇതാകുമ്പോ വേഗം ഇട്ടിട്ടങ്ങ് പോവാനോ. അപ്പൊ ഇതെല്ലാം ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് മുകളിലേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ വെള്ളം പോവാൻ പൈപ്പ് വെച്ചിന് പറഞ്ഞത് ഇതാണ് കേട്ടോ സംഭവം. എവിടെയെങ്കിലും കാണുന്നുണ്ടാ? മൊത്തം വെച്ചിട്ടുണ്ടേ. മേലെന്നുള്ള വെള്ളം വീണിട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടെ വെള്ളം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്നുള്ള വെള്ളം റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല. നമ്മളെ മേലിൽ നിന്ന് വീഴുന്ന വെള്ളം തന്നെ ഇന്റർലോക്കിൽ അങ്ങനെ നിൽക്കുമെന്ന്. അപ്പൊ അതെല്ലാം കൂടെ പിടിച്ചിട്ട് എന്തേ ചിരിക്കുന്നേട്ട് പിടിച്ച് ബാക്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ട് പൈപ്പ് ഇട്ട് അപ്പുറത്തെ ഒരു ഡ്രെയിനേജ് ഉണ്ട്, അതിലേക്ക് വിട്ടു. ഇതാണ് സംഭവം ഇപ്പൊ ചെയ്തത്. ചുറ്റിലും ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടുണ്ട് മേലത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇന്നും പണിക്കാരുണ്ടായിനെ. അവര് വന്നിട്ട് മേലെല്ലാം വൃത്തിയാക്കിനി. ഇതെല്ലാം ഇങ്ങനെ കുറച്ച് മരമെല്ലാം കൊത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നെല്ലാം കണ്ട ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് അപ്പുറം കൊണ്ടുപോയിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പോയിക്കോ അച്ഛൻ അപ്പുറം അടുക്കളയിലായി. അവനൊക്കെ അന്നത്തെ ഉറുമ്പ് മാക്സി മാറ്റിയിട്ട് ഇത് ഈ മാക്സി മേടിച്ചിന്. ആ ഉറുമ്പ് മാക്സി കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു ആ കുഞ്ഞിക്ക് അത് ഇടാൻ പറ്റൂല. അതുകൊണ്ട് അത് മാറ്റി കൊടുത്തിട്ട് ബ്ലാക്ക് നൈറ്റ് മേടിച്ചു. കാണിച്ചിട്ട് മാക്സിയെല്ലാം ഇട്ട് വലിയ ആളായപ്പ ഓടല്ല പൊന്നെ വീഴും. നിച്ചിട്ട് മാക്സി ഇട്ട് സുന്ദരി ആയിനേ. ഏത് ടൈപ്പാ വേണ്ടേന്നാ? നമ്മള് സാനിയെന്ന് മേടിച്ചതാണ്. ഇപ്പൊ കുളിച്ചു എന്നിട്ട് വെറുതെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അമ്മേനെ പോലെ എനക്ക് മാക്സി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഒരു ദിവസം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണെന്ന് അറിയാം. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ വലിയ ആളായോപ്പ.